അതിനുശേഷം ഒരു വട്ടം കൂടി ഞാൻ ഭദ്രേട്ടനെ കണ്ടിട്ടുണ്ട്. ഭദ്രേട്ടന് ഓർമ്മ കാണില്ല. കലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേണി നിർവികാരതയോടെ പറഞ്ഞു. എപ്പോൾ? സംശയത്തോടെ തല താഴ്ത്തി നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ആകാശേട്ടൻ മരിച്ച ശേഷം ഒരിക്കലൊരാൾ ഉഷാമ്മയുടെ അറിവോടെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. മാഷച്ചൻ ആ സമയം എന്തോ ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. അന്ന് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നത് പെട്ടെന്ന് ഭദ്രേട്ടൻ്റെ മുൻപിലായിരുന്നു. ഭദ്രേട്ടൻ അന്ന് സുഖമില്ലാതെ ഇരുന്ന സമയമായിരുന്നു. വല്യച്ഛൻ ഭദ്രേട്ടനെയും കൊണ്ട് എവിടേക്കോ കാറിൽ പോകുകയായിരുന്നു. എന്നെ അയാൾ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത് കണ്ട് വല്യച്ഛൻ കാർ നിർത്തിയ സമയം ഭദ്രേട്ടൻ കാറിൽ നിന്ന് ഓടി വന്ന് എന്നെ അയാളുടെ കയ്യിൽ നിന്ന് ബലമായി മാറ്റി മുറുകെ ചേർത്ത് പിടിച്ചു. അയാളെ ചവിട്ടി വീഴ്ത്തിയിരുന്നു. അയാൾ വീണെടുത്ത് നിന്നും ഓടിപ്പോകുന്നത് കണ്ട് ഭദ്രേട്ടൻ അയാളുടെ പുറകെ പോകാൻ നോക്കി. അന്നേരം വല്യച്ഛനും ഞാനും കൂടിയാ പിടിച്ചു വെച്ചത്. അന്ന് കുറേ ബലം പിടിച്ച ഭദ്രേട്ടനെ കാറിൽ കയറ്റിയത്. ഞാൻ കൂടി കാറിൽ കയറിയ ശേഷമാ ഭദ്രേട്ടൻ അടങ്ങിയത്. എന്നിട്ട് എന്നോട് ഇതൊന്നും വല്യച്ഛൻ പറഞ്ഞില്ലല്ലോ? വേണി പറയുന്നത് കേൾക്കെ ഭദ്രൻ അതിശയത്തോടെ ചോദിച്ചു. ഒരു പെൺകൊച്ചിൻ്റെ കാര്യമല്ലേ, ആരോടും പറയണ്ട എന്ന് വല്യച്ഛൻ മാഷച്ചനെ വിളിച്ച് എന്നെ ഏൽപ്പിക്കാൻ നേരം പറയുന്നുണ്ടായിരുന്നു. അതിൽ പിന്നെ എന്നെ മാഷച്ചൻ ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ടേയില്ല. എവിടെ പോയാലും എന്നെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകുന്ന സമയം പോയിട്ട് വരും. എന്നിട്ടും നീ അവരുടെ കൂടെ എന്ത് വിശ്വസിച്ചാ താമസിച്ചത്? മാഷിൻ്റെ കൂടെ പോയിക്കൂടായിരുന്നു? ഉഷാമ്മയോടുള്ള ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി ഭദ്രൻ ചോദിച്ചു. മാഷച്ചൻ കുറേ പറഞ്ഞതാ കൂടെ വരാൻ. ഞാൻ പോയില്ല ഭദ്രേട്ടാ. അങ്ങനെ പോയാൽ വേണ്ടാത്ത രീതിയിൽ മാഷിനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുമെന്ന് പറഞ്ഞു. എത്ര പേരെ സത്യം ബോധ്യപ്പെടുത്താൻ എന്നെക്കൊണ്ട് പറ്റും? ഞാൻ കാരണം മാഷച്ചന് ഒരു മോശം വരാൻ പാടില്ല എന്ന് എനിക്കുണ്ടായിരുന്നു. എൻ്റെ കൺമുന്നിൽ വന്നിട്ടും എനിക്ക് പോലും തന്നെ ചേർത്ത് നിർത്താനോ അവിടുന്ന് രക്ഷിക്കാനോ പറ്റിയില്ലല്ലോടോ. ആരു പറഞ്ഞു രക്ഷിച്ചില്ലെന്ന്? എന്നെ ആ സമയം ആരെന്ന് പോലും അറിയാതെ ചേർത്ത് പിടിച്ച് രക്ഷിച്ചില്ലേ? അത് തന്നെ ധാരാളമല്ലേ? തനിക്ക് അറിയണ്ടേ എനിക്ക് എന്ത് പറ്റിയതായെന്ന്, എനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയണമെന്ന് തോന്നിയിട്ടില്ലേ? വേണി പറഞ്ഞതിന് മറുചോദ്യമാണ് ഭദ്രൻ ചോദിച്ചത്. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും. അറിയണമെന്ന് തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും തോന്നുന്നുമുണ്ട്. പക്ഷേ ഭദ്രേട്ടൻ അതിന് മാനസികമായി തയ്യാറായിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കാത്തിരുന്നോളാം. ഭദ്രൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. അതിന് മറുപടിയായി അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തൻ്റെ നന്ദി അറിയിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഇവിടെ തന്നെ ഇരിക്കണം. പടി കയറാനും ഇറങ്ങാനും ഒന്നും പോകരുത്. ഭേദമായി എന്ന് വെച്ച് അവിടെയും ഇവിടെയും ഓടി നടക്കരുത്. കിടക്കണമെങ്കിൽ താഴത്തെ മുറിയിൽ കിടന്നാൽ മതി, മനസ്സിലായോ? രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ഭദ്രൻ വേണിയെ ചേർത്ത് പിടിച്ച് പതിയെ താഴേക്ക് പടിയിറങ്ങിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലായി. ഭേദമായില്ലേ ഭദ്രേട്ടാ? ഞാൻ കൂടി വരട്ടെ ഓഫീസിൽ? എത്രയായി വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു? വേണ്ട, ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ എന്തായാലും അതേപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അവളെ സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. വല്യമ്മേ, നോക്കിക്കോണേ. ഇല്ല, ഞാൻ നോക്കില്ല. ഒന്ന് പോടാ ചെക്ക. അവർക്കടുത്തേക്ക് വന്ന് വേണിക്ക് ചായ കൊടുത്തുകൊണ്ട് ജാനകിയമ്മ ചിരിയോടെ പറഞ്ഞു. ഓ, നമ്മളും ഒന്ന് കെട്ടിയതാണേ. ഇതൊരുമാതിരി പെണ്ണിനെ കണ്ടിട്ടില്ലാത്ത പോലെ ഓരോന്ന്. മുറിയിൽ നിന്നും ഭദ്രനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ലളിത അങ്ങോട്ടേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ചെറിയച്ച, കേട്ടല്ലോ? ചെറിയച്ചൻ നേരത്തെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളത് കൊണ്ടാ ചെറിയമ്മയെ ഇതുപോലെ നോക്കാത്തത് എന്നാ ചെറിയമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ദേ ഈ ഇരിക്കുന്നവളെ മാത്രമേ ശരിക്ക് കണ്ടിട്ടുള്ളൂ. അതാ ഇങ്ങനെയായത്. എന്തായാലും ചെറിയമ്മയെ ഇടയ്ക്കൊന്ന് പരിഗണിക്ക് കേട്ടോ. ലളിതാമ്മയ്ക്ക് പുറകെ ഒരുങ്ങി ഇറങ്ങി വന്ന വിജയനോട് പറഞ്ഞുകൊണ്ട് ലളിതാമ്മയെ ഒന്ന് ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് ഭദ്രൻ പുറത്തേക്കിറങ്ങിപ്പോയി. ഒന്നുമില്ല, ചെറിയച്ചൻ പോയിട്ട് വാ. എന്താ കാര്യമെന്നറിയാതെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ലളിതയെയും ചിരിയടക്കി അടുക്കളയിലേക്ക് പോയ ജാനകിയെയും നോക്കി വേണിയെ നോക്കിയ വിജയനോട് അവൾ പറഞ്ഞു. അതൊന്ന് കേട്ടുകൊണ്ട് ചിരിയോടെ അവളുടെ തലയിലൊന്ന് തടവിക്കൊണ്ട് ഭദ്രന് പുറകെയായി വിജയനും പുറത്തേക്ക് പോയി. ഗുഡ് മോർണിംഗ് സാർ. സാറ് വിളിപ്പിച്ചു എന്നറിഞ്ഞു. ഓഫീസിൽ ഭദ്രന് മുന്നിലായി വന്നു നിന്നുകൊണ്ട് ശ്രേയ ചോദിച്ചു. വിളിപ്പിച്ചു. ശ്രേയ ഇരിക്കെ. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. കുറച്ച് ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു. ആ സമയം ശ്രേയ ഈ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു. അതിന് തനിക്കൊരു പ്രമോഷൻ തരാമെന്ന് കരുതി. അതിനു വേണ്ടിയാണ് ഇപ്പോൾ തന്നെ വിളിപ്പിച്ചത്.
തൻ്റെ മുന്നിൽ സംശയത്തോടെ ഇരുന്നവളോടായി മറ്റാരും കാണാതെ പരിഹാസം ഒളിപ്പിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. സാർ, സത്യമാണോ? താങ്ക് യു സാർ. ഏത് പോസ്റ്റിലോട്ടാ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ? കേട്ടത് വിശ്വാസം മാറാതെ കണ്ണുമിഴിച്ചുകൊണ്ട് അത്രയും സന്തോഷത്തോടെയും ആവേശത്തോടെയും ശ്രേയ ചോദിച്ചു. PA ആയിട്ട്. PA എന്ന് പറയുമ്പോൾ അപ്പോൾ വേണിയെ പറഞ്ഞു വിട്ടോ സാർ? നന്നായി സാർ. എനിക്കും തോന്നിയിരുന്നു ആളത്ര വെടിപ്പല്ലെന്ന്. ഭദ്രൻ പറയുന്നത് കേട്ട് സന്തോഷത്തിൽ മതിമറന്നുകൊണ്ട് അവൾ സ്ഥലകാല ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. എന്താ സാർ? ഞാൻ പെട്ടെന്ന് സന്തോഷം കൊണ്ട് എന്തോ. മുന്നിൽ ചിരിയോടെ ഇരുന്നവൻ്റെ മുഖം പെട്ടെന്ന് മാറി വന്യമായത് കാണെ പേടിച്ച് സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ശ്രേയ പേടിയോടെ വിക്കിക്കൊണ്ട് ചോദിച്ചു. തന്നോട് വേണിയെക്കുറിച്ച് അഭിപ്രായം ഞാൻ ചോദിച്ചോന്ന്? അവളെക്കുറിച്ച് വേണ്ടാത്തെന്തേലും നീ ഇനി പറഞ്ഞാൽ പെണ്ണാണെന്നൊന്നും നോക്കില്ല, കൊന്നുകളയും ഞാൻ. മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നവൾക്ക് നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് അവൻ വലിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. സോറി സാർ, ഞാൻ ഇനി പറയില്ല. അറിയാതെ. ദേഷ്യത്തോടെ നിൽക്കുന്നവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അവൾ പറഞ്ഞൊപ്പിച്ചു. ഇരിക്കെ. ദേഷ്യം അടക്കി കുറച്ച് നിമിഷത്തിന് ശേഷം ഭദ്രൻ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കാൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്ന ചിന്തയിൽ ശ്രേയ പറഞ്ഞതും ഭദ്രൻ്റെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് തന്നെ സീറ്റിലേക്കിരുന്നു. ശ്രേയ PA ആകുന്നത് എൻ്റെയല്ല. ഇവിടെ എന്നെപ്പോലെ തന്നെ കമ്പനിയിൽ അധികാരമുള്ള, അതായത് ഈ കമ്പനിയിൽ ഷെയറുള്ള മറ്റൊരാളുടെയാണ്. അതിപ്പോൾ ആരാ സാർ? തനിക്കറിയാം ആളെ, കണ്ടിട്ടുണ്ട്. ഇന്നു മുതൽ ആൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറായി ചാർജ് എടുക്കുകയാണ്. ശ്രേയയുടെ സംശയം കേട്ടുകൊണ്ട് ഭദ്രൻ പറയുകയും ഡോർ തുറന്ന് അരവിന്ദ് അകത്തേക്ക് വരികയും ചെയ്തത് ഒരുമിച്ചായിരുന്നു. സാമാന്യ മര്യാദയില്ലാതെയാണോ ഇങ്ങനെ ഒരിടത്തേക്ക് കയറി വരേണ്ടത്? അനുവാദമില്ലാതെ ഭദ്രനരികിലേക്ക് ചിരിയോടെ വന്ന് നിൽക്കുന്നവനെ നോക്കി ശ്രേയ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് അരവിന്ദ് തൻ്റെ വീട്ടിലേക്കല്ലല്ലോ വന്നത്, ഈ ഭദ്രൻ്റെ അടുത്തേക്കല്ലേ. അതിന് അവന് അനുവാദത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെയെന്നല്ല, ഈ ഓഫീസിൽ എവിടെ പോകാനും അവന് അനുവാദത്തിൻ്റെ ആവശ്യമില്ല. സീറ്റിൽ നിന്ന് മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് മേശയിൽ കൈകൾ ഊന്നിക്കൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു. സാർ, പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇവിടെ ഇൻ്റർവ്യൂ ചെയ്ത് തിരഞ്ഞെടുത്ത സ്റ്റാഫുകൾ ഉള്ളിടത്ത് സാറിൻ്റെ സഹായം കൊണ്ട് കടന്നു വന്ന ആൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്താ സാർ ഇത്? തൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ ചിരിയോടെ ഭദ്രൻ മുന്നിലേക്ക് നീട്ടിയ പേപ്പറിലേക്ക് നോക്കി ശ്രേയ സംശയത്തോടെ ചോദിച്ചു. താൻ നോക്കണ്ട, അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് സാർ ഇത്. സന്തോഷത്തോടെ ആ പേപ്പറിലേക്ക് നോക്കി അത് തുറന്ന് വായിച്ചതും ഞെട്ടിക്കൊണ്ട് അവൾ കണ്ണുയർത്തി ഭദ്രനെ നോക്കി ചോദിച്ചു. അതെ, ഇന്നു മുതൽ അരവിന്ദൻ്റെ PA ആയിട്ടാണ് ശ്രേയ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അരവിന്ദനാണ് ഇന്നു മുതൽ ഇവിടുത്തെ MD. എന്നെക്കൊണ്ട് പറ്റില്ല സാർ. ഇത്രയും നാൾ എൻ്റെ കീഴിൽ ജോലി ചെയ്ത ഒരാളുടെ PA ആകുക എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ. എനിക്ക് ഈ പ്രമോഷൻ വേണ്ട. ദേഷ്യത്തോടെ അരവിന്ദനെ ഒന്ന് നോക്കി കയ്യിലെ പേപ്പർ മേശയിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ശ്രേയ പറഞ്ഞു. ശ്രേയയോട് ആരാ പറഞ്ഞത് തൻ്റെ കീഴിലാണ് അരവിന്ദ് ജോലി ചെയ്തതെന്ന്? ശ്രേയയാണോ അരവിന്ദന് ശമ്പളം കൊടുക്കുന്നത്? എങ്ങനെ വിചാരിച്ചാലും ഇത് എന്നെക്കൊണ്ട് പറ്റില്ല സാർ. ഭദ്രൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ മുഖം തിരിച്ചുകൊണ്ട് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ശരി, ഒരാളെ എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുക? അപ്പോയിൻമെൻറ്റ് ലെറ്റർ വേണ്ടെങ്കിൽ വേണ്ട, ദാ ഇത് പിടിച്ചോളൂ. മറ്റൊരു പേപ്പർ ശ്രേയയ്ക്ക് മുൻപിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. വാട്ട്? എന്താ സാർ ഇത്? സംശയത്തോടെ തൻ്റെ മുന്നിലിരിക്കുന്ന പേപ്പർ തുറന്ന് നോക്കിക്കൊണ്ട് അവൾ ഞെട്ടലോടെ ചോദിച്ചു. ഇൻ്റർവ്യൂ ചെയ്ത് ജോലിക്ക് കയറ്റിയ സ്റ്റാഫല്ലേ, വായിച്ചാൽ മനസ്സിലാകില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഡിസ്മിസൽ ഓർഡർ. അപ്പോയിൻമെൻറ്റ് ലെറ്റർ വേണ്ടെങ്കിൽ ഇത് സ്വീകരിച്ച് ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വേറെ ഒരു കമ്പനിയിൽ കയറാൻ ശ്രേയ ഇമ്മിണി ബുദ്ധിമുട്ടും. സാർ പ്ലീസ്, ഇയാളുടെ കീഴിൽ ശ്രേയ, ഞാൻ മുൻപ് പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? ശ്രീമംഗലം തറവാട്ടിൽ പത്മനാഭൻ്റെ മകനാണ് അരവിന്ദ്, എൻ്റെ കൂടപ്പിറപ്പ്, ഈ കമ്പനിയിൽ അവകാശമുള്ളവൻ. ഇനി ഇയാൾ എന്ന് ഒരു വട്ടം കൂടി വിളിച്ചത് ഞാൻ കേട്ടാൽ. ശ്രേയ വെറുപ്പോടെ പറഞ്ഞത് കേൾക്കെ ദേഷ്യത്തോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഭദ്രൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ ശ്രേയയുടെ തീരുമാനം? ഭദ്രൻ പറഞ്ഞത് കേൾക്കെ ഞെട്ടലോടെ അരവിന്ദനെ നോക്കി നിന്നവളോടായി ഭദ്രൻ ചോദിച്ചു. എനിക്ക് സമ്മതമാണ് സാർ. ഞാൻ PA ആയി ജോയിൻ ചെയ്തോളാം. ഓക്കെ, ഗുഡ്, നല്ല തീരുമാനം. എങ്കിൽ പൊയ്ക്കോളൂ. MDയുടെ PAയ്ക്ക് ഒരു ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ. തല താഴ്ത്തിയിരിക്കുന്നവളോടായി ഭദ്രൻ പറഞ്ഞു. ഡാ,
നീ അവൾക്കിട്ടാണോ എനിക്കിട്ടാണോ പണി തന്നത്? തന്നെ നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയ ശ്രേയയെ ഒന്ന് നോക്കിക്കൊണ്ട് അരവിന്ദ് ഭദ്രൻ്റെ മുന്നിലെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. അതെന്താ നിനക്കിപ്പോൾ അങ്ങനെയൊരു സംശയം? അവൾ ഞെട്ടിയത് നീ കണ്ടില്ലേ? അതൊക്കെ കൊള്ളാം, എനിക്കിഷ്ടമായി. പക്ഷേ മോനെ ഭദ്ര, അവൾക്ക് പണി കൊടുക്കാം എന്ന് പറഞ്ഞ് എന്നെ MD വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ട് നിർത്തി ഈ കമ്പനിയുടെ ജോലിഭാരം മുഴുവൻ നീ നൈസായിട്ട് എൻ്റെ മണ്ടയ്ക്ക് താങ്ങിയതല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. സംശയമല്ലേ അരവിന്ദ, അത് നമുക്ക് പതുക്കെ മാറ്റാം. തൽക്കാലം ആ സംശയം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇപ്പോൾ പോയി പണിയെടുക്ക്. തെണ്ടി, നിന്നെ ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. കോളേജിൽ വായി നോക്കാൻ പഠിപ്പിക്കാൻ പോകാൻ നിന്നോട് അനുവാദം ചോദിക്കാൻ വന്ന എന്നെ അച്ചുവിന് പണി കൊടുക്കാൻ അക്കൗണ്ടൻസ് ആക്കി നീ എനിക്ക് ആദ്യ പണി തന്നു. ഇപ്പോൾ ദാ അടുത്തവൾ. ആ ശ്രേയയ്ക്ക് പണി കൊടുക്കാൻ ഞാൻ MD ആയി. അതിൻ്റെ കൂടെ ആ മരണത്തെ കൂടി ചുമക്കണം. എന്തോന്നടാ നീ ഇങ്ങനെ? നിനക്ക് അസൂയല്ലേടാ ഞാനിങ്ങനെ പാറിപ്പറന്ന് ഫ്രീ ആയി നടക്കുന്നതിൽ? ദാ ഇത്രയും ഇന്ന് തന്നെ നോക്കിത്തരണം, കറക്ഷൻസ് ഉണ്ട്. അരവിന്ദ് പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൻ്റെ കയ്യിലേക്ക് കുറേയധികം ഫയൽസ് വെച്ച് കൊടുത്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. എന്തിനാ ഇത്രയാക്കുന്നേ? ദാ ആ ഇരിക്കുന്നത് കൂടി ഇങ്ങത്താ, ഒട്ടും കുറയ്ക്കേണ്ടല്ലോ. തൻ്റെ കയ്യിലെ ഫയൽസിലേക്കും ഭദ്രനെയും ഒന്ന് നോക്കി മേശയിലിരിക്കുന്ന ബാക്കി കുറച്ച് ഫയൽസിലേക്ക് നോക്കി അരവിന്ദ് കണ്ണുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, നിനക്ക് ചെയ്യാനുള്ളതാ, സാരമില്ല. നീ ചോദിച്ചതല്ലേ, വെച്ചോ. സൈൻ ചെയ്യാൻ കൊണ്ടുവന്നാൽ മതി. മേശയിലിരിക്കുന്ന ബാക്കി ഫയൽസ് കൂടി അരവിന്ദൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. തെണ്ടി, അടുത്ത ജന്മം ഞാൻ ഇവൻ്റെ ബോസായി ജനിക്കണേ ദൈവമേ. ഭദ്രൻ തന്ന ബാക്കി ഫയൽ കൂടി കണ്ട് കണ്ണ് തള്ളിക്കൊണ്ട് തലയാട്ടി പുറത്തേക്ക് നടന്നുകൊണ്ട് അരവിന്ദ് പിറുപിറുത്തു. അതൊന്ന് നോക്കി ചിരിയോടെ ഭദ്രൻ അവൻ്റെ ജോലിയിലേക്ക് കടന്നു. ഇതിപ്പോൾ ആരാ ഈ സമയം? ഉച്ചയോടടുക്കെ തറവാട്ടിലേക്ക് വന്നു നിന്ന കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് വേണിക്കൊപ്പം അകത്ത് സോഫയിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കി ജാനകിയമ്മ ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് വരാം, മോൾ ഇവിടെ ഇരിക്കെ. ആരെന്നറിയാൻ പുറത്തേക്ക് പോകാൻ എഴുന്നേറ്റുകൊണ്ട് ജാനകിയമ്മ വേണിയോട് പറഞ്ഞു. ആരാ? പുറത്ത് കുറച്ച് മോഡേൺ വേഷത്തിൽ നിൽക്കുന്ന ആളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ജാനകിയമ്മ ചോദിച്ചു. ഞാൻ വിപർണിക, ഓഫീസിൽ വേണിക്കൊപ്പം വർക്ക് ചെയ്യുന്നതാ. വേണിയെ ഒന്ന് കാണാൻ. അതെയോ, വേണി അകത്തുണ്ട്, വരൂ. അവൾ പറയുന്നത് കേട്ട് ജാനകിയമ്മ ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. ആരിത്, വിപർണികയോ? താനെന്താ ഇവിടെ? അകത്തേക്ക് ജാനകിയമ്മയോടൊപ്പം അകത്തേക്ക് വരുന്നവളെ കാണി വേണി അത്ഭുതത്തോടെ ചോദിച്ചു. അതെന്താ വേണി അങ്ങനെയൊരു ചോദ്യം? താൻ ഇങ്ങനെയൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞാൻ കാണാൻ വരണ്ടേ? ഇരിക്കു കുട്ടി, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം, നിങ്ങൾ സംസാരിക്കേ. വിപർണികയുടെ സംസാരം കേൾക്കെ ജാനകിയമ്മ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. തനിക്ക് എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? തൻ്റെ എതിർവശം സോഫയിലേക്കിരുന്നവളെ കാണെ വേണി സംശയത്തോടെ ചോദിച്ചു. താൻ എന്നെ ഒരു കൂട്ടുകാരിയായി കണ്ടിട്ടില്ല അല്ലേ വേണി? എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിയും. തന്നെ കണ്ടപ്പോൾ മുതൽ താൻ എൻ്റെ ആരോഗ്യയാണെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെക്കുറിച്ച് ഞാൻ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ ഇവിടെ ഉണ്ടെന്ന്. അല്ല വേണി, സിഒയുടെ PAക്ക് ശ്രീമംഗലത്താണോ താമസ സൗകര്യം ഒരുക്കിയത്? വേണിയുടെ മുഖത്തെ പതർച്ച കണ്ടുകൊണ്ട് വിപർണിക ഒന്നും അറിയാത്ത ഭാവത്തോടെ ചോദിച്ചു.